കുറിച്ച് ഷെയർ ചെയ്യുന്നതിന് ചില എന്താ പറയാ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ചില വാക്കുകൾ അത് ഒന്ന് എക്സ്പ്രസ് ചെയ്യാനും അതൊന്ന് ആ, പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കാനുമുള്ള എൻ്റെ ഒരു ബുദ്ധിമുട്ട് വലിയ ഇതായിട്ടുള്ള കാര്യമാണ്. കാരണം സ്പിരിച്വൽ അവേക്കനിങ് എന്നൊരു വാക്ക് വരുന്നുണ്ട്. അത് ചില ബുദ്ധിമുട്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് അങ്ങനെ ഒരു സംസാരിച്ച് അത് ഫലിപ്പിക്കാനുള്ളൊരു കഴിവും ഇല്ല. പിന്നെ ഈ ഒരു അവേക്കനിങ് എന്നൊക്കെ ഉള്ളത്, ആത്മീയമായിട്ടുള്ള ഉണർവ് എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് അത് പറയാം. എന്തായാലും ഇച്ചിരി കുറച്ച് കാര്യങ്ങൾ ക്രിട്ടിക്കലായിട്ട് ഒന്ന് നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തായാലും ഈ പടി പിന്നെ ഇതിനകത്ത് 12ാമത്തെ പടിയിൽ പറയുന്നത് മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. Having had a spiritual awakening as a result of this step, we try to carry this message to alcoholics and to practice these principles in all our office. ഒന്ന്, സ്പിരിച്വൽ അവേക്കനിങ് റിസൾട്ട് ഓഫ് ദിസ് സ്റ്റെപ്പ്. ഈ മെസ്സേജ് ആൽക്കഹോളിക്സിൻ്റെ അടുക്കൽ പാസ് ചെയ്യുന്നത് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് മൂന്ന് ഭാഗമായിട്ടുള്ളതായിട്ടാണ്. ഒരു ക്രിട്ടിക്കലായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു വളർച്ച എന്നുള്ള രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് വളരെയധികം നമ്മൾ പറയാറുണ്ട്, എത്ര 182 കൺട്രീസിലുണ്ട്, മോർ ദാൻ 20 മില്യൺ, 20 ലക്ഷത്തിൽ പല ആൾക്കാർ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ കൂടെ സുബോധം അല്ലെങ്കിൽ ഹാപ്പി ജോയസ് ഫ്രീ എന്നുള്ള ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ഈ നമ്മൾ പറയുന്ന മെസ്സേജ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സംശയം. ഇപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള ഞാൻ എന്നെ തന്നെയുള്ള ഒരു ഇൻവെന്ററി എന്നുള്ള രീതിയിലാണ്. കേരളത്തിനെ സംബന്ധിച്ച് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 400 ഗ്രൂപ്പുകളുണ്ടെന്നാണ്. 400 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ 10 പേര് സോബറായിട്ട് നിൽക്കുന്ന 4000 പേരെങ്കിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ ഈ കണക്കുകളൊന്നും എടുക്കാറില്ല എങ്കിൽ തന്നെയും വളരെ തുലവും കുറവാണ്. അപ്പം എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട്സിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമുണ്ട്. ആൾക്കാർ വരുന്നു പോകുന്നു, പക്ഷെ സ്ഥിരമായിട്ട് നിൽക്കുകയും ഒരു ലോങ് ടൈം സോബറൈറ്റി അല്ലെ ആ രീതിയിലേക്ക് പോകുന്ന ആൾക്കാരുടെ നമ്മളൊക്കെ തമാശ പറയും, ഗസ്റ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇടയ്ക്ക് വരും പോകും, റിലാക്സ് ആവും, പിന്നെയും വരും പോകും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു 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 വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അപ്പം അത് നമ്മുടെ മെസ്സേജ്, അത് എൻ്റെ തന്നെ ഒരു കുറ്റമാണ്. ഞാൻ കൃത്യമായിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യുന്നില്ല എന്നുള്ള. പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു 60-65 കാലഘട്ടം വരെ, 65 വരെ റിക്കവറി റേറ്റ് വളരെയധികം കൂടുതലായിരുന്നു. പെർസെൻറ്റേജ് ഓഫ് റിക്കവറി വരുന്നവരും അവിടെ നിൽക്കുന്നവരും പിന്നീട് ആ മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്യുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമ്മുടെ ബേസിക് ടെക്സ്റ്റ് ബിഗ് ബുക്കിനൊരു ചേഞ്ചും വന്നിട്ടില്ല. എന്തോ 1-2 വാക്കുകൾ എപ്പോഴേതോ ഒരു കോൺഫറൻസ് ഞാൻ വായിച്ച പോലെ വാക്കിന്റെ എന്തോ അപ്പോസ്ട്രോഫി അങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റം ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇതിൽ പറയുന്നുണ്ട് അത് വളരെ ഓതന്റിക് ആണ്. ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള എന്നെ സംബന്ധിച്ച് വളരെ ഓതന്റിക് ആയിട്ടുള്ള പുസ്തകമാണ്. പക്ഷേ മീറ്റിംഗ്സിന്റെ രൂപം പലപ്പോഴും മാറി, സ്പോൺസർഷിപ്പിന്റെ രൂപം പലപ്പോഴും മാറി. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന്റെ എഫക്റ്റീവ്നെസ് പലതും നഷ്ടപ്പെട്ടിരിക്കും. സ്പോൺസർഷിപ്പ് ഒക്കെ ഇപ്പോഴ് പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ്, കാഷ്വൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറി. അത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാം. പക്ഷേ ആദ്യം മുതലേ അതൊരു എന്താ പറയുക, കാഷ്വൽ ആയിട്ടുള്ള
എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടപ്പോൾ ഒന്ന് വിളിച്ചു ചോദിക്കാം. അപ്പോൾ എനിക്കൊരു പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്, എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അതിന് മുമ്പ് ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ഒരു ഇമാജിനറി സ്പോൺസർ, എനിക്കൊരു സ്പോൺസർ ഉണ്ട്. പിന്നെ ആരും പേര് ചോദിക്കത്തില്ലല്ലോ, എവിടാണെന്ന് ചോദിക്കത്തില്ല. അല്ലെങ്കിൽ മോശമാണല്ലോ എന്നുള്ള ചിന്താഗതി. അപ്പം അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ 65, 70 കാലഘട്ടം വരെ മീറ്റിങ്ങുകളിൽ കേട്ട മെസ്സേജ് ഒന്നായിരുന്നു. ഒരു രീതിയിലുള്ള മെസ്സേജ്. അത് കഴിഞ്ഞ് കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ട്രീറ്റ്മെന്റ് സെന്റേഴ്സിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു ഒഴുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വരാൻ തുടങ്ങി. അവർക്ക് അവിടെ വെച്ച് കിട്ടുന്ന ചില മെസ്സേജ് അവർ മീറ്റിങ്ങുകളിൽ സംസാരിക്കുകയും, ഒട്ടും കുറ്റം പറയുന്നില്ല, നമ്മുടെ മെസ്സേജിനെ ഡയല്യൂട്ട് ചെയ്യുകയും ചെയ്യും. പലപ്പോഴും പ്രോഗ്രാമിനെ തന്നെ ഒന്ന് ഡയല്യൂട്ട് ചെയ്യുന്ന ഒരവസ്ഥ. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പോലും ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ, പക്ഷെ അത് ഞാൻ പറയുന്ന ഒപ്പീനിയൻ ഞാൻ 100% ശരി എന്ന് വിശ്വസിച്ചതിനാണ്. പല മീറ്റിങ്ങുകളിലും ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. വളരെ ഇതായിട്ട് പറയാം, 4-ാം പടി ഞാൻ ചെയ്തത് 100 ചോദ്യങ്ങൾ എഴുതി ഉത്തരം കണ്ടെത്തിയെന്നാണ്. ദാറ്റ് ഈസ് നോട്ട് ദ മെസ്സേജ് ഓഫ് ആൽക്കഹോളിക്സ്, പ്രോഗ്രാം ഓഫ് ആൽക്കഹോളിക്സ്. അത് വന്നത് ട്രീറ്റ്മെന്റ് സെന്റേഴ്സിൽ നിന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഞാൻ ജനിച്ചപ്പോൾ മുതലുള്ള എൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റഡി നടത്തി 4-ാം പടി ചെയ്തു. അത് വന്നത് ട്രീറ്റ്മെന്റ് സെന്റേഴ്സിൽ നിന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഡയല്യൂട്ട് ചെയ്ത പ്രോഗ്രാം. നമുക്ക് 4-ാം പടി കൃത്യമായിട്ട് ക്ലിയർ കട്ട് ഡയറക്ഷൻ എനിക്കൊരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇത് ആ ചെയ്ത വ്യക്തിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പോൺസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു സെമിനാറിൽ വന്ന് അത് പറയുമ്പോഴത്തേക്ക് എന്ത് മെസ്സേജാണ് നമ്മുടെ പ്രോഗ്രാമിനെ അല്പം വെള്ളം ചേർക്കുന്ന രീതിയിലേക്ക് വരുന്നു. ഇത് പറയുന്നതിൽ വളരെ ശരിക്കും പറഞ്ഞ ദുഃഖമുണ്ട്. എന്താണ് മെസ്സേജ്? നമ്മൾ ഹൗ ഇറ്റ് വർക്സിൽ ഇന്നിപ്പോൾ നമ്മൾ വായിച്ച് നിർത്തിയ ഒരു ഭാഗമുണ്ട്. That we are alcoholic and could not manage our own lives. No human being could have lived our alcoholism. That God cooked and lived yourself. ഈ 3 കാര്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ടാണ് വിൽസൺ പറഞ്ഞത്. അപ്പം ഫെലോഷിപ്പ്, നമ്മുടെ കൂട്ടായ്മ വളരെയധികം വളർന്നു. പക്ഷേ ഇന്നത് വളർന്ന് അതിൻ്റെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. എഫക്റ്റീവ്നെസ് നേരത്തെ നഷ്ടപ്പെട്ടു. ചില മീറ്റിങ്ങുകളിൽ, ഞാൻ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ, ഞാൻ ഉണ്ടായിരുന്ന പല മീറ്റിങ്ങുകളിലും ഉണ്ടായിരുന്നു. ചില മീറ്റിങ്ങുകളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രിയാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ എന്നൊരു വാക്ക് പോലും ആ മീറ്റിങ്ങുകളിൽ കേൾക്കാൻ. പിന്നെ എന്തിനു പറയണം ബിഗ് ബുക്കിനെ കുറിച്ചോ 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷനെ. ഒരു പ്രാർത്ഥനയും ചൊല്ലി അവസാനം പ്രാർത്ഥന. അതിനിടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാർ വരുന്നു, കുറെ ഡ്രിങ്കിങ് സ്റ്റോറീസ്, ഓക്കെ, അതിനൊക്കെ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. കുറെ സെൽഫ് പിറ്റി അല്ലെങ്കിൽ കുറെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുന്നു, ഈ കാര്യങ്ങൾ കഴിയുന്നു, അവസാനം തീരുന്നു. ഞാൻ എയിൽ വന്ന സമയത്ത് എനിക്ക് സ്പോൺസറിനെയൊക്കെ കിട്ടിയ കാലഘട്ടങ്ങളിൽ അദ്ദേഹം കുറച്ച്, ഞാൻ പല മീറ്റിങ്ങിലും വന്നിട്ട് അയ്യോ എനിക്കിത് പോയി എന്നൊക്കെ അദ്ദേഹം എൻ്റെ ചന്ദ്രമോഹൻ എന്ത് മെസ്സേജാണ് നീ ഒരു ആൾക്കാർക്ക് കൊടുക്കുന്നത്? നീ 3 കൊല്ലം 3.5 കൊല്ലമായി മീറ്റിങ്ങിൽ വന്നു. ഒരു ഹോപ്പ് എന്നുള്ള എക്സ്പീരിയൻസ്, സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ്. നിന്റെ പ്രോബ്ലംസ് കേൾക്കാനില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ എങ്ങനെ അതിനെ ഡീൽ ചെയ്തു എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ത് ടൂളാണ് നീ യൂസ് ചെയ്തത്? അപ്പോഴൊരു ഒരു സമാന പ്രശ്നമുള്ള ആൾക്ക് അതൊരു ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ആവും. നമുക്കറിയാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ
ബേസിക് ആയിട്ടുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത് ബിഗ് ബുക്കിന്റെ പ്ലാൻ. ഈ ഒരു രീതിയിൽ വന്നതോടുകൂടി നമ്മൾ പലപ്പോഴും പറയും മീറ്റിംഗ്സിന്റെ ഒക്കെ ഓൾ ടൈമേഴ്സ് അല്ലെ ലോങ് ടൈമേഴ്സ് ഒക്കെ ഒരു പില്ലറാണ്. അവരെയൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി പലപ്പോഴും. കാരണം അവരുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത് എങ്ങനെ? ഒരു ഓൾ ടൈമർ വേറൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ്. അവരുടെ ഗ്രോത്ത് മറ്റേ ആളുടെ സുഖം, അവരുടെ ഓൾ ടൈമറിന്റെ ഗ്രോത്തും വേറൊരാളുമായിട്ട് ഇത് പടികള് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം ഇപ്പൊ ഇതിനകത്ത് ഈ മെസ്സേജ് എന്തോ ആണെന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. എന്ത് മെസ്സേജാണ് ഞാനൊരു ആൾക്കഹോളിക്കിന് കൊടുക്കുന്നത്? എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി, അദ്ദേഹം മരിച്ചുപോയി. പുള്ളി പറയുന്ന ഒരു വാചകം, ചന്ദ്രമോഹൻ റോഡ് അപ്പം ഇടയ്ക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. 12 പടിയെല്ലാം കഴിഞ്ഞാൽ മാത്രമേ ഒരാളെ സഹായിക്കാൻ മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളി അതിനൊരു വളരെ ഒരു 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 ഇത് പറഞ്ഞു, ഉദാഹരണം. റോഡിൽ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടന്ന് ചന്ദ്രമോഹൻ കാണുവാണെങ്കിൽ ചന്ദ്രമോഹൻ എന്ത് ചെയ്യാൻ പറ്റും? ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആംബുലൻസ് വിളിക്കുക, ഹോസ്പിറ്റലിൽ എത്തിക്കുക. അവിടെ അറിയാവുന്ന ഈ ഡോക്ടേഴ്സ് ഉണ്ട്, അവരത് ഹാൻഡിൽ ചെയ്യും. അല്ലാണ്ട് നീ തന്നെ അതിന് ചികിത്സിക്കാൻ തുടങ്ങരുത് എന്നുള്ളത്. സെയിം തിങ് പുള്ളി പറയുന്നത്. ഒരാളെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരാം, മീറ്റിങ്ങിലെ ഒരു മെസ്സേജിന്റെ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞത്, ആ മീറ്റിങ്ങിൽ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടോ. മീറ്റിങ്ങിൽ വരിക, ഒരു പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ പറയല്ലോ, ഡോണ്ട് ക്യാരി ദ ആൾക്കഹോൾ, ക്യാരി ദ മെസ്സേജ്. ആൾക്കഹോളിക്കിനെ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരാം, അതുവരെ എനിക്ക് ചെയ്യാം. അതിന് നമ്മൾ ടെമ്പററി സ്പോൺസറെന്നോ അല്ലെങ്കിൽ പല മീറ്റിങ്ങുകളിൽ കൊണ്ടുപോകുന്ന ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അതിനപ്പുറത്തേക്ക് എനിക്കില്ലാത്തൊരു കാര്യം, ഞാനൊരു ഈ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് ഒരു ഒരു അബ്സ്റ്റിനൻസിൽ മാത്രം നിൽക്കുന്ന, ഉള്ളിൽ നിന്ന് മാത്രം മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ലൈഫ് ഇപ്പോഴും ഞാൻ ഒരു ഓർഡറിലെത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നത് മുഴുവൻ ഒരു അഗ്രസീവ് മൂഡിലായിരിക്കും. ഒരു പുതുമക്കാരൻ്റെ അടുക്ക സംസാരിക്കുന്നു, ഞാൻ തന്നെ ശരിയായിട്ടില്ല. ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ പ്രോഗ്രാം എന്നെ ഹെൽപ്പ് ചെയ്ത് ഈ 11 പടിയുടെ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, മോർ ആക്ഷൻ. ഇതൊരു ഈ 12ാം പടി പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് അതിൻ്റെ അവസാനത്തെ ഭാഗം, ഓൾ അവർ അഫയേഴ്സ് എന്നുള്ളത്. അപ്പൊ അതിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് പറയാം. ഇങ്ങനൊരു കൂട്ടായ്മയുണ്ട്, ഇതുണ്ട്, ഇന്നവരാണ്, ആനയാണ്. അപ്പം മെസ്സേജ് എന്ന് പറയുന്നത് നേരത്തെ വായിച്ച we try to carry this message to alcoholic. ഈ മെസ്സേജ് എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ മെസ്സേജ് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്? ഹാവിങ് ആൻഡ് എ സ്പിരിച്വൽ അവേക്കനിങ്. സ്പിരിച്വൽ അവേക്കനിങ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യൂ, അതെന്താണെന്നുള്ളത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അത് കുറച്ച് ഒരു ഇന്റലക്ച്വൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ വിൽസന് കിട്ടിയത് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സഡൻ ആയിട്ടുള്ള ഒരു രൂപാന്തരമായിരുന്നു. ഡോക്ടർ ബോബിന് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാമായിരുന്നു, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, മറ്റേത് മറിച്ചത്. പക്ഷെ വിൽസൺ വന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാം ഓഫ് ആക്ഷനിൽ കൂടെ പോകുന്നതും അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ട്. സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ എനിക്കുണ്ടായില്ല, എനിക്കൊരു ഒരു ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു 12 കൊല്ലത്തിന് മുമ്പ് ഞങ്ങളുടെ കോവളം കൺവെൻഷനിൽ ഞങ്ങൾ എല്ലാ ദിവസവും 3 ദിവസവും ഈവനിങ് കോവളം ബീച്ച് മീറ്റിംഗ് ഉണ്ട്, 7 to 8:30. അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് റാന്തലും ഒക്കെ വെച്ചിട്ട് വിത്ത് പോലീസ് പെർമിഷനോട് കൂടിയാണ് വളരെ വട്ടത്തിലിരുന്നത്. അന്ന് ആ കൺവെൻഷന് വന്ന ഒരാൾ, അയർലൻഡിൽ നിന്ന് വന്ന ഒരാൾ, പുള്ളി മദ്യപിച്ചിട്ടാണ് വന്നത്. ആ ബീച്ച് മീറ്റിങ്ങിൽ വന്നു. പക്ഷേ ഈ മീറ്റിങ്ങിന് ഒന്നും പുള്ളി ശ്രദ്ധിച്ചൊന്നും വരുന്നില്ല.
പുള്ളി ആ തീരത്തും ഒക്കെ നടന്നു. പക്ഷെ അടുത്ത കൊല്ലവും അതിനടുത്ത കൊല്ലവും പുള്ളി വന്നപ്പോൾ പുള്ളി പറഞ്ഞത്, പുള്ളിക്ക് ആ ബീച്ച് മീറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായി. അതിനുശേഷം പുള്ളി കുടിച്ചിട്ടില്ല, പ്രോഗ്രാമിൽ പോകും. പുള്ളി പറഞ്ഞു, നിങ്ങൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ കടലും നോക്കി, കടലിന്റെ ഈ സന്ധ്യയ്ക്കുള്ള കാറ്റും ആ തിരമാലയുടെ ശബ്ദവും ദൂരത്തെ വിളക്കുമാടവും ഒക്കെ നോക്കിയിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇതുണ്ട്. അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ ആൽക്കഹോളിക്സ് അനോണിമസിൽ കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് ദ മെസ്സേജ്. ഈ സ്പിരിച്വൽ അവേക്കനിങ് കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ട്. നമ്മളൊരു 12 സ്റ്റെപ്പ് കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പിന്നെ 2 പേര് പൊതുവെ പോകുന്നു. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ചെയ്തിട്ടുള്ളതായിരിക്കും. ആദ്യം തുടക്കത്തിൽ പലരെയും ഞാനൊക്കെ ഒരുപാട് ചെയ്തു. ആരും മീറ്റിങ്ങിലൊന്നും വന്നില്ല. ഒരുപാട് ആൾക്കാരെ അവിടെ ഇവിടെയൊക്കെ പോയി കാണുക. പക്ഷേ ഒരു 1 or 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു സീനിയർ മെമ്പർ ഇവിടെ ട്രിവാൻഡ്രത്ത് വരികയും പുള്ളിക്കൊരു ഒരാൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെയും വിളിച്ചുകൊണ്ട് പോയി. എന്നെയും വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഇദ്ദേഹം എൻ്റെ ഒക്കെ പറഞ്ഞു, ചന്ദ്രമോഹൻ ഒന്നും സംസാരിക്കണ്ട. അപ്പം ആ വ്യക്തികളുടെ ചെന്ന് ഇദ്ദേഹം എന്ത് മാജിക് ആണെന്ന് എനിക്കറിയില്ല, എന്ത് മാജിക്കോ മിറാക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ വ്യക്തി ഇദ്ദേഹം കുറെ നേരം സംസാരിച്ചു. ആ വ്യക്തി അടുത്ത മീറ്റിങ്ങിൽ വന്നു എന്നുള്ളത്. ഒരു കാര്യം വളരെ എവിഡന്റ് ആയിരുന്നു. എന്നിലില്ലാത്ത എന്തോ ആ ഓൾ ടൈമർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ വാക്കുകളോ അല്ലെങ്കിൽ പുള്ളി കേട്ടതോ പുള്ളി പറഞ്ഞതോ എന്താണ് അവിടെ അട്രാക്ട് ചെയ്ത കാര്യം എന്നുള്ളത് മനസ്സിലായി. അത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്, ചിലർ ചെന്ന് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മീറ്റിങ്ങിലേക്ക് വരാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പം ഇതിൽ വളരെ കൃത്യമാണ്, ഈ 11 പടികളും ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകും. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ നമ്മുടെ ബിഗുക്കിനകത്തൊരു ഈ എപ്പോഴും എൻ്റെ സ്പോൺസർ അഗ്നോസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ വായിക്കുമ്പോൾ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു വാക്ക് വന്നൊരു പാരഗ്രാഫ് തരുമ്പോൾ അതിൻ്റെ മുകളിലൊരു ആസ്ട്രിക് മാർക്കുണ്ട്. എന്നിട്ട് താഴെ എഴുതിയിട്ടുണ്ട്, പ്ലീസ് റീഡ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇൻ അപ്പൻഡിസസ് 2. അതിൻ്റെ കൂടെ തന്നെ ബിഗ് ബുക്ക് സ്റ്റഡി അതുകൂടെ വായിക്കണമെന്ന് ബിഗ് ബുക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അതുള്ളവര് അതൊന്ന് അത് മലയാളത്തിലുള്ള ഞാൻ വായിക്കുന്നില്ല. കാരണം ഇത്രയേ ഉള്ളൂ. പൊതുവേ ആൾക്കാർക്കൊരു സഡൻ ആയിട്ടുള്ളത് ഉണ്ടാകുന്ന വളരെ അപൂർവമാണ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ആൽക്കഹോളിക്സ് ആയിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും വില്യം ജെയിംസ് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകം എഡ്യൂക്കേഷണൽ വെറൈറ്റി വളരെ ഗ്രാജുവൽ ആയിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രാജുവൽ ആയിട്ടുണ്ടാവാനായിട്ട് എന്നെ പോലുള്ള ആൽക്കഹോളിക്കിന് ഈ 11 പട്ടികൾ ഇതിന്റെ ആവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. ആസ് ദ റിസൾട്ട് ഓഫ് ദീസ് സ്റ്റെപ്സ് എന്നാണ്. ഈ 11 പടികളിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഇതാണ് സ്പിരിച്വൽ അവേക്കനിങ്. നമ്മൾ പടികൾ വർക്ക് ചെയ്താൽ അത് 100% ഉറപ്പുള്ളതാണ്. അത് മാത്രം പോരാ, മീറ്റിങ്ങുകളും സ്പോൺസർഷിപ്പ് അതിൻ്റെ ഒരു വലിയ ആവശ്യമാണ്. പിന്നീട് ഇതിനകത്ത് ഒരു എൻറ്റയർ ചാപ്റ്റർ തന്നെ മറ്റുള്ളവരുടെ വർക്കിംഗ് വിത്ത് അതേഴ്സ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ക്ലിയർ കട്ട് ഡയറക്ഷൻ ഓർ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എങ്ങനെ വേണം എന്നുള്ളത്, ഒരാളുടെ അടുക്കൽ പോകുന്നത് എങ്ങനെ, എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യരുതെന്നുള്ളത്. അതില് ഒരു കുറച്ച് അതിനകത്തെ ബുക്കിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻ്റെ ഒരു അത് വളരെ രസകരമാണ്. അത് ഓരോന്ന് നമ്മളത് മലയാളത്തിലൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു 10, 20, 25 കാര്യങ്ങൾ 6, 8, 25 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഒരു മലയാളത്തിൽ അതിനകത്ത് എന്നുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അതിനകത്തുള്ളത് തന്നെയാണ്. ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുക പറഞ്ഞിരിക്കുകയാണ്. ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ചാടി എടുത്ത് ഓടിപ്പോവുകയല്ല. ഒരു ഫോൺ കോൾ കിട്ടി, അവിടുത്തെ ഇന്റർ ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു നമ്പർ കിട്ടി, അവിടെ ഒരാളുണ്ട് എന്നുള്ളത്. പറ്റുന്നത്ര ഇൻഫർമേഷൻ ആ വ്യക്തിയെക്കുറിച്ച് കളക്ട് ചെയ്യുക. കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളെ പോയി കാണാതിരിക്കുക. എത്ര കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പിന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ്
ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ബിഗ് ബുക്ക് പുസ്തകം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു പുസ്തകം അവിടെ വെച്ചിട്ട് പോരാ. ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥ ആയിരിക്കും, പുള്ളിയൊന്നും കേൾക്കുന്നില്ലായിരിക്കും. എങ്കിലും ഒരു ബുക്ക് അവിടെ വെച്ചിട്ട് വന്നാൽ ഒരു നഷ്ടവുമില്ല. 60 രൂപയുടെ ഒരു പുസ്തകമേ ഉള്ളൂ. ആദ്യകാലങ്ങളിൽ ഫാമിലിയുമായിട്ട് കാണുമായിരുന്നു. പക്ഷേ നമ്മുടെ എന്തോ അലനോൺ ഒക്കെ വരുന്നതിന് മുമ്പ്. പക്ഷെ ഇപ്പോഴും നമുക്കത് മാറി ഒറ്റയ്ക്ക് വിത്തൗട്ട് ഹിസ് ഫാമിലി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹവുമായിട്ടാണ് നമുക്ക് ഉള്ള പ്രശ്നം. എൻ്റെ കുടിയെക്കുറിച്ച് ABC നേരത്തെ എൻ്റെ കുടിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു, എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്. അത് അദ്ദേഹത്തിന് ഒരു മോട്ടിവേഷൻ ആവട്ടെ അദ്ദേഹം സംസാരിക്കാനായിട്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എത്ര മനോഹരമായിട്ടാണ് എന്നിട്ട് പറയരുത് എങ്ങനെയാണ് ഞാൻ റിക്കവർ ചെയ്തതെന്ന്. പക്ഷേ ഈ എൻ്റെ ആൽക്കഹോളിക് ആയിട്ടുള്ള സ്റ്റേജിനെ കുറിച്ചും അല്ലെ ഞാനൊരു ആൽക്കഹോളിക് എന്താണെന്നും ഈ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് മോർ അബൌട്ട് ആൽക്കഹോളിസം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഇൻഫർമേഷൻസ് മുഴുവൻ നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ഞാൻ നിർത്താൻ ശ്രമിച്ച പ്രശ്നം എങ്ങനെയൊക്കെ ഞാൻ നിർത്താൻ ശ്രമിച്ചു ഈ കാര്യങ്ങൾ പറയാം. ആദ്യത്തെ ആ കുടിയിലോട്ട് പോകുന്നതിന് മുമ്പുള്ള എൻ്റെ ആ മാനസികമായിട്ടുള്ള മെന്റൽ ട്വിസ്റ്റ് കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനകത്ത് കടന്നു വരും. ഒരിക്കലും ആ വ്യക്തി ഒരു കുടി എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യും എന്നുള്ളതാണ്. അയാൾ പറയാണ് എനിക്കിപ്പോഴും എനിക്ക് ഇത് കുടിയൊക്കെ നിർത്താനൊക്കെ പറ്റും. കൃത്യമായിട്ട് പറയാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും, നിങ്ങളൊരു ആൽക്കഹോളിക് അല്ലെങ്കിൽ. പക്ഷേ എന്നെ പോലൊരു കുടിയനാണെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. കുടി എന്നുള്ള അസുഖത്തെ കുറിച്ച് സംസാരിക്കാനാണ് പറഞ്ഞത്, ഇൽനത്തിനെ കുറിച്ച്. അയാളിൽ തന്നെ ഒരു ആഗ്രഹം ഇൻസ്റ്റിറ്റ് ചെയ്തെടുക്കുക, ചോദിക്കാനായിട്ട്. എങ്ങനെയാണ് ചന്ദ്രമോഹൻ അല്ലെ ഷിബു നിങ്ങൾ റിക്കവർ ആയത്? അന്നേരം ബിഗ് ബുക്കിൽ ടെൽ ഹിം എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ ടു യു, എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ളത് പറയുക. ദൈവത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങും ഒക്കെ പോകുന്നത്. പറയുക, എൻ്റെ കൺസെപ്ഷനുള്ള ദൈവമായിട്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന് യാതൊരുവിധ ഇതുമില്ല. ഞാൻ നിങ്ങളുടെ മതമോ ഇക്കാര്യങ്ങളോ പഠിപ്പിക്കാൻ വന്നിട്ടുള്ള വ്യക്തിയല്ല. എക്സാക്ട്ലി ഔട്ട്ലൈൻ ദ പ്രോഗ്രാം ഓഫ് ആക്ഷൻ. ദർ ഇസ് എ 12 സ്റ്റെപ്പ് പ്രോഗ്രാം ആൽക്കഹോളിക്സ് അനോണിമസ്. നമ്മൾ ആ ഒരു മെന്റൽ ഒബ്സഷൻ മാറാനായിട്ട് നമ്മുടെ ബിഗ് ബുക്കിൻ്റെ ഒക്കെ പ്രിഫേസിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ എങ്ങനെ പിന്നെ ഡേ ടു ഡേ ലൈഫിൽ മുന്നോട്ട് പോകുന്നു, ആ ഒബ്സഷൻ മാറുന്നു, ക്രേവിങ് മാറുന്നു എന്നുള്ള ആ പ്രോഗ്രാം. അയാളുടെ പറയാം, നീ എന്നെ നാളെ കാണണമെന്ന് ഒരു ഒബ്ലിഗേഷൻ നിന്റെ ഭാഗത്തൊന്നുമില്ല. ഇറ്റ്സ് യുവർ ചോയ്സ്. അല്ല ഞാൻ വന്നത് കൊണ്ട് ഇങ്ങോട്ട് കാണണമെന്നുള്ളതൊന്നുമില്ല. പുള്ളി പറയുന്ന കാര്യങ്ങളെ ഒന്നിനെയും ഖണ്ഡിച്ച് ഡിഫൻസ് മൂഡിൽ സംസാരിക്കാതിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ അവിടെ പോയി ആ ഡോക്ടറെ കണ്ടു, മറ്റേ റീഹാബ് ഏറ്റവും നല്ലതല്ലേ, അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങളോ അതിനെക്കുറിച്ച് ഖണ്ഡിച്ച ഒരു അഭിപ്രായങ്ങളോ പറയല്ല. അയാൾക്കൊന്നുകൂടെ ആലോചിക്കാനൊരു സമയം കൊടുക്കുക. ഞാനൊരു എന്താ പറയുന്നത്, ഒരു റിഫോർമേഷൻ അല്ലെങ്കിൽ ക്രൂസൈഡ് എന്നുള്ള രീതിയിലൊന്നും അല്ല അവിടെ. ഒരിക്കലും ആ വ്യക്തിയെ താഴ്ത്തി കാണാതിരിക്കുക. രണ്ടാമത് അയാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി കാണും. ഫോഴ്സ്ഫുൾ ആയിട്ടൊരു മീറ്റിങ്ങിലേക്കോ ഒന്നും വിളിച്ചോണ്ട് വരാതിരിക്കും. ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ നമ്മുടെ പുസ്തകത്തിൽ വർക്കിംഗ് വിത്ത് അതേഴ്സ്. പിന്നൊന്ന്, അതിനകത്തില്ലെങ്കിലും ഒരു 12 സ്റ്റെപ്പ് കാളിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഈ ഒരു അധ്യായം മനസ്സിരുത്തി വായിക്കുക. ഈ ഒരു അധ്യായം 10-15 മിനിറ്റ് എടുക്കുകയുള്ളൂ. 15 മിനിറ്റ് എടുക്കുകയുള്ളൂ ഈ ഒരു അധ്യായം വായിക്കാൻ. ആ അധ്യായം ഒന്ന് വായിക്കുക. ഒന്ന് പറയാ, ഒരു പ്രെയറോ ഒക്കെ നടത്തിയിട്ട് ഒറ്റയ്ക്ക് പോകാതിരിക്കുക വേറൊരാളുമായിട്ട്. പറഞ്ഞത്, ഞാൻ ഈ അടുത്ത് ഒരു
പിന്നെ ആള് സംസാരിച്ചപ്പോൾ എന്തോ നമ്മുടെ ഇവിടുത്തെ ടെലിഫോൺ നമ്പറുള്ള വ്യക്തി സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുക്കൽ പറഞ്ഞത്, എനിക്കൊരു ഫോൺ കോൾ കിട്ടി, ഞാൻ പലരെയും വിളിച്ചു, ആരും വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എൻ്റെ സ്കൂട്ടറുമായിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. 12 കൊല്ലം സോബറായ ഒരു വ്യക്തിയാണ്, കുടി നിർത്തിയ ഒരു വ്യക്തിയാണ് പറഞ്ഞത്. ഞാൻ ഒരൊറ്റ പോക്ക് പോയി, അയാളെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. ഈ വാക്കാണ്, കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തിരികെ വന്നു. നെവർ ഡു ഇറ്റ്, ദിസ് മൈ ഒപ്പീനിയൻ. എൻ്റെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഒറ്റയ്ക്ക് പോകുന്നതിലുള്ള അപകടം, ഒറ്റയ്ക്ക് പോയി. കാരണം അതെൻ്റെ ഈഗോയെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യും. ഇനി അയാളും കാണും ദൈവാധീനം കൊണ്ട് മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട, ഞാൻ കാരണം അയാൾ വന്നു, ഞാൻ കാരണം 10 പേര് വന്നു. നമ്മൾ പറയുന്നത് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ ഈ മീറ്റിങ്ങിൽ വന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ വന്നത് പിന്നെ ഇന്നാൾ വഴിയാണെന്നോ ഒന്നുമല്ല. അങ്ങനെ പറഞ്ഞ പോരെ, അതൊന്നുമല്ല. ചെയ്യാതിരിക്കുക. നമ്മുടെ ഒരു 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 എന്താ പറയുന്നത്, ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ ഒരു റഷ് ചെയ്ത് പോവില്ല. എന്നുവെച്ചാൽ അവിടെ എന്തോ ആണെന്ന് കാണിക്കാനുള്ളൊരു വാഞ്ചയാണ്. അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അയാൾ ഡെസ്പറേറ്റ് ആണ്, അയാളെ സൂയിസൈഡ് ചെയ്ത് കളയുമോ? എത്രയോ ആൾക്കാരുണ്ട്. ഇതൊരു പിന്നെ ആരോ എവിടെയോ വിളിച്ച് കിട്ടുന്നതല്ലാണ്ട് ഞാനായിട്ട് അന്വേഷിച്ച് എനിക്ക്, അല്ലെങ്കിൽ ഞങ്ങളെ ഗ്രൂപ്പായിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം സ്റ്റെപ്പ് 11ന്റെ അവസാനം ബിഗ് ബുക്കിൽ പറയുന്ന ഒരു വാചകം, പിന്നെ വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പിൽ പറയുന്ന, but this is not all, there is action and more action. Faith without work is dead. The next chapter is entirely devoted to step 12, more action. അതാണ് ഇതിൻ്റെ there is action and more action. ഈ 3 രീതിയിൽ പിന്നീട് ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായി ആൽക്കഹോളിക്സ്. ഞാൻ വന്ന സമയത്തുള്ള ഫസ്റ്റ് തിങ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറഞ്ഞത് എനിക്ക് കുടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒബ്സഷന്റെ ഒരു മാറ്റം. ഇത് ഡെയിലി ഇതാണെങ്കിൽ തന്നെ ഇപ്പോഴാ ഒരു തോന്നല് ഇന്നത്തെ ദിവസം ഇല്ല എന്നത്, കുടിയിൽ നിന്ന് മാറി നിൽക്കണം. കുറച്ച് ഈ പറഞ്ഞിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് 12 സ്റ്റെപ്പിലൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത്, എനിക്ക് ഞാൻ വിനയാന്വിതനായി എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനയം നഷ്ടപ്പെട്ടു. എന്നാൽ തന്നെ വാക്കിലും പ്രവൃത്തിയിലും കുറച്ച് സംയമനം, ബാക്കിയുള്ളവർ പറയുന്നതിനെ അംഗീകരിക്കാനുള്ളൊരു ഒരു ടോളറൻസ്, ക്ഷമ. പിന്നെ ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഒരു ഇൻസിഡന്റ് ഞാനിപ്പോൾ എന്നെ കുറിച്ച്, ഞങ്ങളുടെ വീട്ടിലൊരു സ്ത്രീ ആഴ്ചയിൽ വന്നിട്ട് വീടെല്ലാം തുടക്കുകയും തൂത്തിട്ടും പോകുമായിരുന്നു. അവരൊരു ഇച്ചിരി ഫിസിക്കലി ചലഞ്ചില്ല, അവർ കാല് വയ്യ. പക്ഷെ അവരുടെ മകള് കോട്ടയം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പഠിക്കുകയാണ്. പക്ഷെ അവർ ജോലി, പക്ഷെ കോവിഡ് ആയതുകൊണ്ട് അവർ വരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈ കഴിഞ്ഞ 8 മാസവും വളരെ ചെറിയ ശമ്പളമാണ് ഒരു വട്ടം വരുന്നത്, 400 രൂപയാണ്, 1000. അവർ വരുന്നില്ലെങ്കിൽ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു. പക്ഷെ കഴിഞ്ഞൊരു ബസ്സുകളും ഒക്കെ ഓടിത്തുടങ്ങി, ഇത്ര ദൂരെ നിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞു, അവരെന്നാൽ ഇത്രയും നാൾ നമ്മൾ പൈസ അയച്ചു കൊടുത്തു, എന്നിട്ട് ഒന്ന് വിളിക്കുകയോ വരികയോ ഒന്നും ചെയ്തില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ വന്നു കഴിഞ്ഞാലും അവരെ ഇങ്ങോട്ട് ഇനിയിപ്പോൾ പണിക്ക് ഒന്നും വേണ്ട. ഇന്നലെ അത് ഞാൻ പറഞ്ഞു, വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇന്നലെ അവർ വന്നപ്പം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തുകൊണ്ടായിരുന്നു അവർക്കൊരു വർഷം ജസ്റ്റിഫിക്കേഷൻ, അവർക്കൊന്ന് വിളിക്കാമായിരുന്നു പൈസ കിട്ടുന്ന സമയമെങ്കിലും. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ വൈഫ് തന്നെ. അപ്പം ഞാൻ ഇതൊക്കെ വൈഫ് പറഞ്ഞെങ്കിലും അപ്പം അവരൊക്കെ പറഞ്ഞു ഈ ആഴ്ച തൊട്ട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കാനൊരു മാറ്റം, ആ ഒരു രീതിയിൽ ആ ഒരു ചേഞ്ചാണ് ഇതിനകത്ത് പറഞ്ഞത്. പിന്നെ
ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് സഫിഷ്യൻ ടു റിക്കവർ ഫ്രം ആൽക്കഹോളിസം എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. ആ കുറെ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് വളരെ ഗ്രാജുവൽ ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനു വേണ്ടി ഞാൻ കൊടുത്ത് വർക്ക് ചെയ്തു, ഈ പ്രോഗ്രാമിൽ കൂടെ പോകാനായിട്ട് പോയി, എൻ്റെ സ്പോൺസർ കൊടുത്ത് പോകാനായിട്ട്. അപ്പം ഈ ഒരു ബോണസ് എന്ന് പറയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ക്യാരക്ടർ ഡിഫക്ട്സും ഈ കാര്യങ്ങളും ഒക്കെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് ദൈവം അങ്ങ് എടുത്തുകൊണ്ട് പോയെന്നില്ല. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തോന്നിച്ചപ്പോൾ ഞാൻ അറിയാതെ തന്നെ ചില ബോണസ് എന്നുള്ള രീതിയിൽ എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ. എന്തിനും ആർഗ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ വലിയ മാറ്റങ്ങളില്ലെങ്കിൽ ഒരുപാട് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു 80% മാറിയിട്ടുണ്ടായിരുന്നു. തർക്കം, അതുപോലെ അക്ഷമ എന്ന് പറയുന്നത് വളരെ ഇതായിരുന്നു. പിന്നെ ഇൻടോളറൻസ്, ഭയങ്കര എന്തോ ഇറിറ്റബിൾ എന്നൊക്കെ പറയുന്നത്, റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ, അതിൽ നമുക്ക് ഒരുപാട് മാറ്റം. ആ മാറ്റം വന്നപ്പോൾ എൻ്റെ പ്രവർത്തികളിലും അത് മാറ്റം വന്നു. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റം, അല്ലെ മനോഭാവത്തിലുള്ള മാറ്റം വന്നപ്പോൾ എൻ്റെ പ്രവൃത്തികളിലും മാറ്റം. അപ്പൊ ഇന്ന് ചില കാര്യങ്ങൾ ഞാൻ പണ്ട് ചെയ്യാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് മൈ സ്പിരിച്വൽ അവേക്കനിങ്. ഇന്ന് ഞാൻ ഒരാളുമായിട്ട് ദേഷ്യപ്പെടണം, അയാളെ പോയി 2 അടി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അടി കൊടുക്കാതെ വഴക്കിടാതെ തിരിച്ചു വരും. ദാറ്റ് ഈസ് മൈ സ്പിരിച്വൽ അവേക്കനിങ്. ഇന്ന് ഞാനൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിന് കൃത്യമായിട്ട് ചെയ്യാം. മറ്റേ പോസ്റ്റ്പോൺ ചെയ്യുമായിരുന്നു, നാളെ എന്നുള്ളത്. ഇന്നത് കിടക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കണം എന്ന് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഞാൻ പിന്നെ വിശ്വസിക്കുന്ന ഹയർ പവർ എനിക്ക് വലിയ ഒരു ശക്തിയും ധൈര്യം തരുന്നു. 12 സ്റ്റെപ്പ് ആൻഡ് ട്രഡീഷനിൽ 3ാമത്തെ സ്റ്റെപ്പ് 12 പറഞ്ഞു, സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ച് പറയുന്ന വാക്ക്, the most important meaning of it is that he has now become able to do, feel and believe which he could not do before. ഇതിനു മുമ്പ് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങൾ. ഒരു he has been granted a gift, new state of consciousness. ആ ഒരു പുതിയ ഒരു തലത്തിലേക്ക് വരുവാൻ പിന്നെ എന്നെ ഈ ഒരു സ്റ്റെപ്പ് 12 സ്റ്റെപ്പും 12 സ്റ്റെപ്പും വ്യത്യാസമാണ്. സ്റ്റെപ്പ് 12 ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ട്. അതിന് ഐ പെയ്ഡ് എ ഹെവി പ്രൈസ്. ഹെവി പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈസി വേ അല്ലായിരുന്നു, ഹാർഡ് വേ ആയിരുന്നു. ഞാൻ ആ പ്രോഗ്രാമിൽ കൂടെ പോയി. നേരത്തെ നമ്മൾ അറിയാതെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. നമ്മൾ ഒരു ഈ പറഞ്ഞൊരുട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു എയിലേക്ക് ഒരാൾ വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു വിശ്വസിക്കുക എന്നുള്ളിടത്ത് നിന്ന് നമ്മൾ 11ാം പടിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഫെയ്ത്ത് എന്നുള്ള, അല്ലെങ്കിൽ ആദ്യം എത്തുമ്പോൾ നമ്മുടെ ഒരു ഹയർ പവർ കൺസെപ്റ്റ്, പലപ്പോഴും ഫെലോഷിപ്പ്, മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത്, അതിൽ നിന്ന് മാറിയിട്ട് നമ്മളുടേതായിട്ടുള്ള ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് എന്നുള്ള 11ാമത്തെ പടിയിലേക്ക് എത്തുമ്പോഴത്തേക്കുള്ള ഒരു മാറ്റം, അത് ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു വിശ്വാസത്തിൽ, വിശ്വസിക്കുന്നതിൽ നിന്നൊരു വിശ്വാസത്തിലേക്ക് എത്തുന്നത്, അല്ലെ ഒരു ദൈവ സങ്കല്പത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഹയർ പവർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് എന്നെ സംബന്ധിച്ചൊരു ദൈവം എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസത്തിലേക്ക്, ആ ഒരു സ്ട്രെങ്തിലേക്ക്, ഒട്ടും ഞാൻ ഇതുവരെ യൂസ് ചെയ്യാതിരുന്ന ഒരു പിന്നെ പവറിലേക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക്. എന്ത് മെസ്സേജ് കൊടുക്കാനുള്ള ഒരു കാര്യം വെച്ചാൽ, ഒരു ടിപ്പിക്കൽ ആ ഒരു മെസ്സേജ് കൊടുക്കുന്നത്, ഞാൻ ഒരു ABC തന്നെ, ഞാൻ നിങ്ങളെപ്പോലെ ആയിരുന്നു, നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയായിരുന്നു.
ആദ്യത്തെ ഇതാണ് ഞാൻ മനസ്സിലായി. ആദ്യത്തെ 11 പടികൾ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫലമായിട്ട് എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു. ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഞാൻ മനസ്സിലാക്കി ഈ പ്രോസസ്സിൽ കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് മദ്യം കഴിക്കേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമാണ്. ഞാൻ ഈ പ്രോസസ്സിൽ കൂടെ പോയി. ഈ 11 പടികളിൽ കൂടെ പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ പോയത്. എൻ്റെ ഫിസിക്കലായിട്ടുള്ള റിക്കവറി വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മള് ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ ഈ ഈ അവസാനത്തെ ഒരിത്, ആ ഒരു വാക്വം ഫില്ല് ചെയ്യാനായിട്ട് സ്പിരിറ്റ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ വാക്വം ഫില്ല് ചെയ്യാനായിട്ട് എനിക്ക് ആൽക്കഹോളിക് കൺവെൻഷൻ്റെ പ്രോഗ്രാം കുറച്ച് പ്രിൻസിപ്പിൾസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അത് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് കുറെ മാറ്റങ്ങളുണ്ടായി. ഈ മാറ്റമാണ് എന്നിൽ ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ സ്പിരിച്വൽ അവേക്കനിങ്ങുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? വളരെ സിമ്പിളാ. അവർക്ക് ഹാപ്പി, ജോയ്, സോബറായിട്ട് നിൽക്കാൻ പറ്റും. 11 പടികളുടെ അവര് ഫീൽ ചെയ്യുന്ന ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ്, ലവ്, ടോളറൻസ്, ക്ഷമ, കറേജ്, വിസ്ഡം, അല്ലെങ്കിൽ കൺസിഡറേറ്റ് ആയിട്ടുള്ള പെരുമാറ്റം, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇതില് മദ്യമില്ലാതെ മദ്യവെച്ചില്ല ഒരു ഡ്രാമ കളിക്കുന്ന അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ മദ്യവെച്ച് കഴിയുമ്പോൾ ഭാര്യയുടെ ഭയങ്കര സ്നേഹം, മക്കളോട് സ്നേഹം, ഇതല്ല. അപ്പം എൻ്റെ ദൈവത്തെ എനിക്ക് കാണുവാനായിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിൽ കാണുവാൻ എനിക്കൊരു സ്വാതന്ത്ര്യം ആൽക്കഹോളിക് അനോണിമസ് തന്നിട്ടുണ്ട്. അപ്പം പ്രതീക്ഷ, നേരത്തെ എക്സ്പീരിയൻസ് സ്ട്രെങ്ത് ആൻഡ് പ്രതീക്ഷയുടെ റിക്കവറിയുടെ മെസ്സേജാണ്. വലിയ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി ഇയേഴ്സ് ലൈഫ് അഹെഡ് എന്നാണ്. വലിയൊരു ഹോപ്പ് തരുന്ന ഒരു വാക്കാണ്. ഇനിയും വരാനുള്ള ദിവസങ്ങൾ വളരെ നല്ലതായിരിക്കും. അപ്പം ഈ പിന്നെ ഇതിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും പറയത്തില്ല, ഒരു അദൃശ്യമായ കരങ്ങൾ നമ്മളെ സഹായിച്ചു എന്നൊക്കെ പറയുന്നു. അത് ആ ഹെൽപ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് ഏതൊക്കെ ഭാഗത്തു നിന്നാണെന്നുള്ളത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കാൻ പറ്റും. പിന്നെ അൺസെൽഫിഷ് ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. ട്വൽവ് സ്റ്റെപ്പിനകത്ത് ഇത് പറയുന്നത് മീറ്റിങ്ങിൽ പോകുന്നതും ഒക്കെ മെസ്സേജ് പാസ് ചെയ്യുന്നതാണ്, ചെയർ മാറ്റിയിടുന്നതൊക്കെ മെസ്സേജ് പാസ് ചെയ്യുന്നത് മെസ്സേജിന്റെ ഒരു ഭാഗമാണ്. സ്മോൾ ടിപ്സ് അതെല്ലാം ഇതിന്റെ ആവശ്യമാണ്. എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മനോഭാവത്തിലുള്ള മാറ്റം. ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു പെഡസ്റ്റലിൽ നിന്ന് സംസാരിക്കാതെ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, അല്ലെ നമ്മുടെ വൊക്കാബുലറിയിലുള്ള മാറ്റം, ഭാഷയിലുള്ള മാറ്റം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് റിക്വസ്റ്റും ഡിമാൻഡും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിൽ അതിങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് തരുമോ ചോദിക്കുന്നതിനുള്ള വ്യത്യാസം നമ്മൾ അറിയാതെ വരുന്ന മാറ്റങ്ങളാണ് ആൽക്കഹോളിക് പ്രോഗ്രാമിൽ കൂടെ പോകുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആദ്യത്തെ ഈ 2.5 കൊല്ലം ഞാൻ മീറ്റിംഗ് ഗ്രൂപ്പ് ഒക്കെ വന്ന സമയത്ത് എൻ്റെ മൂത്ത ബ്രദർ ഗട്ടറിലൊക്കെ കിടക്കുന്ന മദ്യപാനിയായിരുന്നു, ഏറ്റവും മൂത്തത്. ഞാൻ ഓടി അദ്ദേഹത്തിൻ്റെ ചെന്നു, വരാൻ പറഞ്ഞു, മീറ്റിംഗ് വേണ്ട, ശരിയാവുമോ, നീ പോടാ എന്നെൻ്റെ കേട്ടു. എപ്പോഴും അവിടെ ഒരു പുസ്തകമൊക്കെ കൊണ്ട്, ഇതിനകത്ത് എന്തൊക്കെയോ ഒരു പുസ്തകമൊക്കെ കൊണ്ട് കൊടുത്തു. പക്ഷേ ഞാൻ ഈ ഒരു സ്പോൺസർ, ഒരു 2.5 കൊല്ലം കഴിഞ്ഞ് സ്പോൺസർ ഈ പ്രോഗ്രാമും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പുള്ളി എൻ്റെ ഇങ്ങോട്ട് ചോദിച്ചു, എന്താണ് ഈ സംഭവം, എനിക്കൊന്ന് ഒന്നാക്കുള്ള. എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്നിൽ എന്തോ മാറ്റം ഉണ്ടായി. ഞാൻ പുള്ളിയെ ഒരു ക്രൂസൈഡ് എന്നുള്ള രീതിയിൽ ഒന്നും അന്ന് സംസാരിച്ചില്ല. അപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ ഞാൻ പോകുന്നു,
അപ്പൊ എന്നിൽ കുറെ മാറ്റങ്ങളുണ്ടായി. എക്സാക്ട്ലി അട്രാക്ഷൻ. അവിടെയാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ അച്ഛൻ നേരത്തെ വിളിച്ച് അച്ഛൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ മീറ്റിങ്ങിലേക്ക് വരാൻ സാധിച്ചു. ഇന്ന് ഭാഗ്യം കൊണ്ട് അദ്ദേഹം 10-15 കൊല്ലം സോബറായിട്ട് നിൽക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ ഈ സ്റ്റെപ്പ് 12 ടോൾസ്റ്റോയ്ക്കും സ്റ്റെപ്പ് 12 തമ്മിൽ. കാരണം നമ്മുടെ ബിഗ് ബുക്കിന്റെ എൻറ്റയർ ചാപ്റ്റർ വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 12 സ്റ്റെപ്പ് ആൻഡ് 12 ട്രഡീഷനിൽ അതിന് കുറച്ച് ഇമ്പോർട്ടൻസും ഇൻ ഓൾ അവർ അഫേഴ്സ് എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുത്തു. അത്ര വ്യത്യാസമുള്ളൂ. രണ്ടും ഇതാണ് കുറച്ചുകൂടെ കൂടുതലൊരു ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിയിൽ, എന്നുള്ള രീതിയിൽ ബിലീഫ്സ് എഴുതിയിരിക്കുന്നു. അപ്പം ഒന്നുകൂടെ പറഞ്ഞു കേട്ടെ, സ്പോൺസർ ഇല്ലാത്തവർ നമ്മൾ നേരത്തെ ഒക്കെ ഷെയർ ചെയ്തു. ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടു. വർഷങ്ങൾ കാര്യം പേടിപ്പെടുത്താൻ പറഞ്ഞതല്ല. ഈ പടികൾ റിലാപ്സായി വരുന്നവരൊക്കെ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ഈ പടികൾ ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അത് get a sponsor, start working the program. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you.